ഹായ് ഫ്രണ്ട്സ്, മാർച്ച് 3-ാം തീയതി മൺഡേ 9:50 അടുക്കുന്ന സമയം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പണിങ്. അതിനുശേഷം പ്രൈസ് നമ്മുടെ ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ട് ചെയ്തു. അതിന് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ ഡെൽറ്റയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ബിയറിഷ് ആണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ കുറച്ച് ഇനീഷ്യൽ ടൈമിൽ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആയെങ്കിലും ഇവിടേക്ക് 229K വന്നെങ്കിലും അവിടെ നെറ്റ് സെല്ലേഴ്സാണ് അധികം. ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും പിന്നെ അതിനുശേഷം കുറച്ച് ബൈ വന്നു. ഈ 78,000 വരെ ബയേഴ്സ് നെറ്റായിട്ട് ലീഡ് ചെയ്യുന്നൊരു സമയം വന്നു. അത് എത്ര മണിക്കാണ്? 9:19. ഓക്കെ. അതിനുശേഷം പിന്നെ മാർക്കറ്റ് അപ്പായിട്ടേ ഇല്ല. ബിയറിഷ് സെൻറ്റിമെൻറ്റ് കൂടി വരുന്നു. സെല്ലേഴ്സ് അധികമായിട്ട് വരുന്നതാണ് കാണുന്നത്. 34,000K ഇടയ്ക്കൊരു ചെറിയ റീട്രേസ്മെൻറ്റ് വന്നു 45,000 നിന്ന്. പിന്നീട് ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ബിയറിഷ് സൈഡിലേക്ക് ത്രഷോൾഡ് ബിൽഡ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ബിയറിഷ് ത്രഷോൾഡ് ഇതാ ഇപ്പോൾ 176K എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ബിയറിഷാണ് നമ്മൾ. എന്നാൽ ഇവിടെ നിന്ന് ഈ ബോട്ടത്തിൽ നിന്ന് എൻട്രി എടുത്താൽ നമ്മൾ റീട്രേസ്മെൻറ്റിലൊക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിയറിഷ് സൈഡിലേക്ക് വന്ന ക്യാൻഡിലുകളിൽ എവിടെയാണ് വലിയ വോളിയം ഉണ്ടായിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം ഇതാ ഈ 1 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെയാണ് 29K വോളിയം വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ 13K 13K ആണുള്ളത്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ 14K ആണ്. അപ്പോൾ ഈ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷം ഫെയിലായ ഈ റീട്രീറ്റ്മെൻറ്റിന് ശേഷം വന്ന ഏറ്റവും വലിയ വോളിയം ഉള്ള ഏരിയ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. അപ്പം ഈ ഏരിയയ്ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കയറുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം സമയം മാർക്കറ്റ് ബീറിഷാണ്. അപ്പോൾ ഈ സോണിലേക്കൊക്കെ നമുക്ക് റീട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനുള്ള പുട്ട് സൈഡിലേക്ക് നിൽക്കാനുള്ള ഒരു ഏരിയ ആയിരിക്കും, എൻട്രി ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം റീട്രേസ്മെൻറ്റ് ഈ ഭാഗത്ത് വരെ കിട്ടുമെന്നുള്ളത് നോക്കിക്കൊണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്റിമെൻറ്റ് മൊത്തത്തിൽ മാറുകയും ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, ചെറിയ റീട്രേസ്മെൻറ്റ് ഈ ഒരു സോണിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഡെൽറ്റ അക്യുമുലേറ്റീവ് ഡെൽറ്റ മൈനസ് ആയിട്ട് കൂടി വരെ തന്നെയാണ്. ഇടയ്ക്ക് ഒരു 323 എത്തിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു റീട്രേസ് നിലവിൽ നടന്ന റീട്രേസ്മെൻറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. 320 വരെ ഡെൽറ്റ എത്തിയതിന് ശേഷം 290 റീട്രേസ് ചെയ്തു. ഇവിടെയൊക്കെ നന്നായിട്ട് സെല്ല് വോളിയം നടന്നുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിന് താഴേക്കൊക്കെ പ്രൈസ് നിന്നാൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സെല്ല് നടന്നുള്ളതാണ്. 43,000K സെല്ല് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന് താഴേക്ക് പ്രൈസ് വീണ്ടും നിൽക്കുന്നതോടെ വീണ്ടും അടുത്ത ഒരു സ്റ്റേജിലുള്ള റാലി താഴേക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മളിവിടുന്ന് സെല്ലിലേക്ക് നിന്നിട്ടുണ്ട്. സെല്ലിലേക്കുള്ള പ്ലാൻ ഇവിടെ നിന്നുള്ളത് നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് വയ്ക്കാം. 1:6 ഉണ്ട്. നമ്മൾ ആക്ച്വലി 1:4 ആണ് ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡെൽറ്റ നമുക്ക് ഫേവറാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സ്റ്റിൽ ബോട്ടത്തുനിന്ന് ട്രേഡ് എടുത്തിട്ടുള്ളത്. -354 ഡെൽറ്റ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷം വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഒരു 9Kൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇപ്പോൾ 374 ഡെൽറ്റ നിൽക്കുന്നത്. ഒരു വീക്കായിട്ടുള്ള റീട്രേസ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെല്ലിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഈ ലെവൽ വരെ എത്തുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നത് ലോജിക്കലാവില്ല. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇനി ഇത് അഥവാ ഈ ലെവലിൽ എത്തുകയാണെങ്കിൽ തന്നെ പിന്നെ ഇവിടുന്ന് ഒരു അപ്പ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ സാധ്യത. ഹായ് ഫ്രണ്ട്സ്, 1:3 എത്തിയതിന് ശേഷം നമ്മൾ 1:2 ട്രയൽ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്പൈക്കിൽ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്തു. അപ്പോൾ 1:2 നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് നിലവിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിലും ഇന്നൊക്കെ നമ്മൾ ട്രയൽ ചെയ്യുന്നത് ജനറലി നമ്മൾ ട്രയൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാറില്ല. ട്രയൽ ചെയ്യുന്നതിൻ്റെ റീസൺ ഈ ട്രേഡുകളൊക്കെ ബോട്ടത്തു നിന്നാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു 250 പോയിന്റ്, അതായത് 1% കൂടുതൽ താഴെ എത്തി നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഉള്ള ഒരു ട്രേഡൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്നുള്ള ട്രേഡാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഈ സമയത്ത് നമ്മൾ മാർക്കറ്റിലില്ല.
അപ്പോൾ ഇവിടുന്നൊക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ ട്രയൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത്രയും വലിയ ഫാൾ ചെയ്യാനുള്ള ഒരു റൂം ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഏത് ഭാഗത്തുനിന്നും റിവേഴ്സലിനുള്ള സാധ്യത ഉണ്ട്, ട്രെൻഡ് നേരെ റിവേഴ്സലാവാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ബോട്ടത്തുനിന്ന് സെല്ല് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ട്രയൽ ചെയ്യുന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നോർമലി ഞാനൊരു ട്രയൽ ചെയ്യുന്ന മെത്തേഡിൻ്റെ അതിൻ്റെ ഒരു ഫോളോവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ അല്ല എന്ന് പറയാം. ട്രയൽ ചെയ്യാതെ ഒരു ടാർഗറ്റ് വരെ വെക്കുന്ന രീതിയാണ് അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ സൂട്ടാവുക. പക്ഷേ ഇങ്ങനെയുള്ള ബോട്ടത്തുനിന്ന് അതേപോലെ ടോപ്പിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാലും ഇതേ മെത്തേഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ളതാണ് നമ്മൾ ബോട്ടത്തുനിന്ന് സെല്ല് ചെയ്യാന്ന് പറയുന്നത്, അതേപോലെ ടോപ്പിൽ നിന്ന് ബൈ ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കൊരു 1:3 ആൾറെഡി 1:3 നിൽക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മളതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടി വന്നാൽ അതൊരു മോശം ഫീലിംഗ് ആയിരിക്കും. അത്രയും റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടുന്ന് ഇവിടെ വരെയൊക്കെ വീണ്ടും റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതുവരെ വന്നാൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും. അപ്പോൾ 1:3 സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് ട്രയൽ ചെയ്യുന്നത് ബോട്ടത്തുനിന്ന്. ഇനി ട്രയൽ ചെയ്തതിന് ശേഷം എങ്ങോട്ട് പോയി എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വേവലാതിപ്പെടേണ്ട. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരെ എത്തുന്നുള്ളതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം ഇവിടെ വരെ എത്തിയേക്കാം. അത് മാർക്കറ്റ് നമ്മളെ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ട. നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇനി വേറൊരു ദിവസം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ടോപ്പൊന്ന് സെല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ അവസരങ്ങൾ, വലിയ റാലിയുടെ അവസരങ്ങൾ വരികയും ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, സമയം 1:11 ഓക്കെ, 11:15 നമ്മൾ ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ 2 മണിക്കൂറായി. 2 മണിക്കൂറിന് ശേഷം ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. ഈ ഭാഗത്ത് 1:3 എത്തിയ സമയത്ത് ട്രയൽ ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 1:2 ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ലോജിക്കിലാണോ നമ്മൾ ട്രയൽ ചെയ്തത് ആ ലോജിക്കിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് വന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഈ ഒരു ട്രയലിംഗ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ വെരി ക്ലിയർലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു ട്രേഡ് 1:3 എത്തിയതിന് ശേഷം സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് മോശമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഒരു മോശവുമില്ല. നമ്മളുടെ പ്രോസസ്സ് പ്രകാരം കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ദിവസത്തെ ട്രേഡിൽ 1:3 അല്ലെങ്കിൽ 4 അടുത്ത് എത്തിയിട്ട് തിരിച്ച് സ്റ്റോപ്പ് ലോസ് എടുത്ത് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ദിവസത്തെ ട്രേഡിലെ പ്രോഫിറ്റോ ലോസോ അല്ല നമ്മളുടെ ലോങ് റണ്ണിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതെന്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയെന്ന് വെച്ചാൽ ഈ ഒരു രീതി വെച്ചിട്ട് ഇപ്പോൾ നമ്മളിവിടെ 1% നിഫ്റ്റി താഴെ നിൽക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റി. 1%, 1.25% മുകളിൽ നിന്ന്. എന്നിട്ട് അവിടുന്ന് ഈ 1.25% അടുത്തേക്ക് വരുന്ന സമയത്ത് ഇനിയും നമ്മൾ വളരെ ഈസി ആയിട്ട് ഇവിടെ വരെ വരുമെന്ന് കരുതുന്നത് ഇല്ലോജിക്കലാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നത്. മറിച്ച് ഞാൻ മുമ്പത്തെ ഫ്രെയിമിൽ പറഞ്ഞതുപോലെ നമ്മൾ മുകളിൽ നിന്നാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരിക്കലും സ്റ്റോപ്പ് ലോസ് 1:3 എത്തിയിട്ടും സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, എൻ്റെ ടാർഗറ്റ് 1:4 ആണ് എന്ന് കരുതി വെയിറ്റ് ചെയ്യുമായിരുന്നു. എൻട്രി വേറെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ എവിടുന്ന് എൻട്രി എടുക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽ ലോജിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെൽറ്റ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇത് ഒരു നല്ല ട്രേഡായിരുന്നു. നമ്മളവിടെ ട്രയൽ ചെയ്യാന്നുള്ള ഡിസിഷനും കറക്റ്റ് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇനി ഈ രീതിയിൽ ഇപ്പോൾ ഇവിടുന്ന് ട്രയൽ ചെയ്തുകൊണ്ട് ഇനി നാളെ ഒരു ദിവസം വേറെ സ്ഥലത്ത് നമ്മൾ ട്രയൽ ചെയ്യാതെ 1:3 എത്തിയിട്ടും നിങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ എന്താ അത് ബുക്ക് ചെയ്യാത്തത് എന്നുള്ള തോട്ട് മനസ്സിൽ വരണ്ട. ഇത് കണ്ടീഷൻ അനുസരിച്ചാണ്. എവിടെ നിന്നാണ്, ഏത് സോണിൽ നിന്നാണ് നമ്മൾ ഏത് വാല്യൂ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ട്രയൽ ചെയ്യണോ അതല്ലെങ്കിൽ നമ്മുടെ ഐദർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ ലോജിക്കലി ഇറ്റ് സൗണ്ട് അല്ലേ? ഇത് ലോജിക്കലാണെന്ന് തോന്നുന്നില്ലേ? ആ ലോജിക്കാണ് നമ്മൾ ഒരു ലോജിക്കൽ ട്രേഡർ എന്നുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ള ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ ചെയ്യുന്ന അത് മോശമാണെന്നല്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഇത്തരം അവിടെ ലോജിക്കുകൾ കൊണ്ടുവരില്ല. അവിടെ അങ്ങനത്തെ സ്ഥലത്ത് ലോജിക്ക് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. എന്നാൽ പ്രൈസ് ആക്ഷൻ ട്രേഡറെ സംബന്ധിച്ച്, പ്രൈസ് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്യുന്നില്ല, അല്ലേ? പ്യുവർലി പ്രൈസും ലെവലും മാത്രമേ ഉള്ളൂ ഇവിടെ. അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ലോജിക്ക് ക്ലബ് ചെയ്യണം, ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസിലും ഒക്കെ. അപ്പോൾ നമ്മൾ ഫിക്സഡ് ആയിട്ട് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുക്കുമ്പോൾ ശരിക്കും ഒരു ഫിക്സഡ് പോയിന്റ് എവിടെ നിന്ന് എൻ്റർ ചെയ്താലും 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ലോജിക്കലല്ല കേട്ടോ. അത് വെറും സ്റ്റുപ്പിഡിറ്റിയാണ്.
പക്ഷെ നമ്മൾ ആ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രൈസ് ഫൈൻ ട്യൂൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ എൻട്രി. അതുകൊണ്ടാണ് നമുക്ക് 10 പോയിന്റ് എപ്പോഴും വെക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി സെല്ല് നിന്നിട്ട് 10 പോയിന്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടുന്ന് അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഈ ഒരു ലെവൽ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഏരിയകളുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്തരം ലെവലിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ഇവിടെ പോയിട്ട് എൻട്രി എടുത്തിട്ട് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ലോജിക്കലല്ല. ഈ ഒരു വലിയ ക്യാൻഡിലാണ്. ഇപ്പോൾ അത് റിവേഴ്സ് ആയിട്ടില്ലെങ്കിലും അവിടെ ഒരു വലിയ സാധ്യത ഉള്ളത് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ ഇവിടുന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോഴാണ് എനിക്ക് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത് നന്നായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. ഈ ട്രേഡ് നല്ല ട്രേഡായിരുന്നു. എങ്ങനെയാണ് ഇതിൽ ഓർഡർ ഫ്ലോ ഡേറ്റകളൊക്കെ എടുക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചില ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഡേറ്റകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗോ ചാർട്ടിങ്ങിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോ ചാർട്ടിംഗ് ആണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് സ്റ്റഡി ചെയ്ത സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ മോസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ ഓർഡർ ഫ്ലോ ആൻഡ് മാർക്കറ്റ് പ്രൊഫൈലും കൂടെ കിട്ടുന്നത് ഗോ ചാർട്ടിലാണ് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത്. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് സ്റ്റഡി ചെയ്യുക. ഗോ ചാർട്ടിങ്ങിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഗോ ചാർട്ടിലാണ് എടുക്കുന്നതെങ്കിൽ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്ക്. ആനുവൽ സബ്സ്ക്രിപ്ഷനാണ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ താങ്ക് യു. ലൈക്ക് ചെയ്യാൻ വിട്ടുപോകണ്ട. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയും. താങ്ക് യു. ബൈ. നമ്മുടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് സൈക്കോളജി 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലുകൾ തൊട്ട് പിറകെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിനുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, ആ ബിസിനസ് പ്ലാൻ ചെയ്ത്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ, അനാലിസിസ്, പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 2ാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പോൾ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്,
3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാം ആണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും. അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ 2 മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എൻ്റെ പരിചയവും ബിസിനസ്സിലുള്ള എൻ്റെ പരിചയവും നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിലൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.